നമ്മൾ നിരന്തരമായ സമരരംഗത്താണ്. കേരളത്തിലെ ക്രിമിനൽ പോലീസിന്റെ തലപ്പത്ത് ക്രിമിനലുകളാണ് എന്നത് മലയാളി മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമാണ്. കേരളം ഭരിക്കുന്നത് മാഫിയ സർക്കാരാണ് എന്നത് മലയാളി പൊതുവിൽ അംഗീകരിച്ച പരമമായ സത്യമാണ്. ഈ മാഫിയ സർക്കാരിന്റെ തലപ്പത്ത്, ക്രിമിനൽ പോലീസിന്റെ തലപ്പത്ത് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് എന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആ കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ വിവിധ പോലീസ് ആസ്ഥാനങ്ങളിലേക്ക് യൂത്ത് ലീഗ് സമരവുമായി കടന്നു വന്നത്. ഇന്ന് ആരാ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്, ഞാനും എന്റെ ഭാര്യയും തട്ടാനും. ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും എന്റെ മകളും മരുമകനും പിന്നെ കൊണ്ടോട്ടിയിലെ തട്ടാനും, അൻവർ പറഞ്ഞ തട്ടാനും. ഇതല്ലേ ഇപ്പൊ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? സംഘപരിവാറിന് ദാസ്യവേല ചെയ്യുന്ന ഒരു ഗവൺമെന്റ്, അതല്ലേ ഇടതുപക്ഷ ഗവൺമെന്റ്? ഒരു PR ഏജൻസിയെ കുറിച്ച് നമ്മളിപ്പോ കേട്ടു. ഹിന്ദുവിൽ ഒരു അഭിമുഖം കൊടുത്തപ്പോഴാണ് ഒരു PR ഏജൻസി ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നേരത്തെ തന്നെ നമുക്ക് സംശയം ഉണ്ടായിരുന്നു. ഒരു PR ഏജൻസി ഇല്ലാതെ കോവിഡ് കാലത്ത് പൂച്ചക്ക് വെള്ളം കൊടുക്കണമെന്ന് പിണറായി വിജയൻ പറയുന്ന ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിലെ പ്രതിയാണ് ശ്രീ പിണറായി വിജയൻ. ഒട്ടേറെ കൊലപാതകങ്ങളിൽ പങ്കുണ്ട് പിണറായി വിജയൻ എന്ന് രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ, പാർട്ടി പ്രവർത്തകർ ഇപ്പോഴും വിശ്വസിക്കുന്നു. ആ പിണറായി വിജയൻ കോവിഡ് കാലത്ത് മാധ്യമപ്രവർത്തകരെ വൈകുന്നേരം അഭിമുഖീകരിച്ചുകൊണ്ട് പറയാണ്, പൂച്ചക്ക് വെള്ളം കൊടുക്കണം, തെരുവ് നായക്ക് ഭക്ഷണം കൊടുക്കണം. ഇത് നോക്കി വായിക്കണം. ആരാ എഴുതി കൊടുക്കുന്നത്? ഇത് എഴുതി കൊടുത്ത ഏജൻസിയാണ് PR ഏജൻസി കെയ്സൺ. BJPയുടെ PR ഏജൻസിയും പിണറായി വിജയന്റെ PR ഏജൻസിയും ഒരേ ഏജൻസി. ആ ഏജൻസിയാണ് കെയ്സൺ. ശബരിമലയിൽ പ്രശ്നമുണ്ടാക്കിയത് ആരാ? അതിന് ഉപദേശം കൊടുത്തത് ആരാ? ഈ PR ഏജൻസി. അങ്ങനെ ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ നോക്കി BJPയെ സഹായിക്കാൻ, പൂരം കലക്കി. എന്നിട്ട് ഈ PR ഏജൻസിയുടെ നിർദ്ദേശപ്രകാരം ഏറ്റവും ഒടുവിൽ മലപ്പുറം ജില്ലയെ അവഹേളിച്ചുകൊണ്ട് തീവ്രവാദ കേന്ദ്രമാണ്, ദേശദ്രോഹികളുടെ കേന്ദ്രമാണ് എന്ന സംഘപരിവാറിന്റെ വാദം മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്ന് പുറത്തു വന്ന് ഹിന്ദുവിലൂടെ രാജ്യം മുഴുവനും പ്രചരിപ്പിച്ചു. ഇതിന്റെ എല്ലാം പിന്നിൽ ഈ പറയുന്ന PR ഏജൻസിയും കേരളത്തിലെ മുഖ്യമന്ത്രിയും അല്ലേ? മുഖ്യമന്ത്രിയെ കുറിച്ച് എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ദ്രനാണ്, പിണറായി വിജയൻ ചന്ദ്രനാണ്, വേറൊരാൾ പിണറായി വിജയൻ ദൈവമാണ്, വേറൊരാൾ വന്നു പറഞ്ഞു പിണറായി വിജയൻ വാപ്പയാണ്, അത് കഴിഞ്ഞ് വേറൊരാൾ വന്നു പറഞ്ഞു പിണറായി വിജയൻ വല്യാപ്പയാണെന്ന്. ആരാണ് യഥാർത്ഥത്തിലെ? സൂര്യൻ അല്ലേ? സൂര്യനാണ് പിണറായി വിജയൻ. ഒരു സൂര്യനുമല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല പിണറായി വിജയൻ. PR ഏജൻസി തൂക്കിയ വെറും പാട്ടവിളക്കാണ് പിണറായി വിജയൻ എന്നല്ലേ ഇന്ന് കേരളം മനസ്സിലാക്കിയത്? ആ കരിന്തിരിയാണ് ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുന്നത്. നവകേരള സദസ്സ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ നവകേരള സദസ്സിന്റെ ഒരു ബസ് ഉണ്ട്. ആ ബസ് ഇപ്പൊ കട്ടപ്പുറത്താണ്. ആക്രി വിലക്ക് തൂക്കി വിൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ബസ്സാണ് നവകേരള ബസ്. അതുപോലെ ആ നവകേരള ബസിന്റെ ഗതിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കാത്തിരിക്കുന്നത്. ആക്രി ആയാലൊരു ഗുണമുണ്ട്, ഡിവൈഎഫ്ഐക്കാർക്ക് തൂക്കി വിൽക്കാം. ഡിവൈഎഫ്ഐക്കാർ തൂക്കി വിറ്റാൽ പോലും വില കിട്ടാത്ത ഒരാക്രിയായി കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മാറാൻ വേണ്ടി പോവാണ്. അതല്ലേ കേരളത്തിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പിണറായി വിജയനെ കുറിച്ച് വിചാരിച്ചത് എന്താ? പിണറായി വിജയന്റെ അനുവാദമില്ലാതെ ഒരാളെ അവിടേക്ക് കടക്കുമോ? മൂപ്പര റൂമിലേക്ക്? മൂപ്പർ ഇപ്പൊ പറയുന്നത് ഹിന്ദുവിന് അഭിമുഖം കൊടുത്തപ്പോ PR ഏജൻസി ഉള്ളത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. ജീവനിൽ കൊതിയുള്ള ഒരാൾ മൂപ്പര അടുത്തേക്ക് പോവോ? മൂപ്പര സമ്മതമില്ലാതെ? ഇടത്തും വലത്തും PR ഏജൻസി. ആ PR ഏജൻസി പറഞ്ഞു കൊടുത്തതാണ് മലപ്പുറം ജില്ലയെ അവഹേളിക്കാൻ, മലപ്പുറത്തെ അപമാനിക്കാൻ. എന്നിട്ട് രാജ്യദ്രോഹികളുടെ കേന്ദ്രമാണത്രേ മലപ്പുറം ജില്ല. ഞങ്ങൾ പരാതി കൊടുത്തു, യൂത്ത് ലീഗ് പരാതി കൊടുത്തു. പിണറായി വിജയൻ പറഞ്ഞ വാചകമല്ല എങ്കിൽ ആ PR ഏജൻസിക്കെതിരായി
ഹിന്ദു പത്രത്തിനെതിരായി നിയമ നടപടി സ്വീകരിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തന്റെ ഇടമുണ്ടോ? ഇല്ല. ഇന്നലെ ചോദിച്ചപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത്? മറുപടി പറയിപ്പിച്ചിട്ട് മുസ്ലിം യൂത്ത് ലീഗ് ഈ സമരരംഗത്ത് നിന്ന് പിന്മാറുകയുള്ളൂ എന്ന് ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി മനസ്സിലാക്കിക്കോ. ഞങ്ങൾ എല്ലാ പോലീസ് ആസ്ഥാനത്തേക്കും മാർച്ചുണ്ട്. അത് കഴിഞ്ഞ് 8-ാം തീയതി കേരളത്തിലെ നിയമസഭ സമ്മേളിക്കുമ്പോ ഞങ്ങളൊരു വരവ് കൂടി വരുന്നുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയോട്. നേർക്കുനേർ ചോദ്യങ്ങളുമായി ചോദിക്കാൻ UDYF ആണ് വരുന്നത്. ആ നിയമസഭാ മാർച്ചിലും മുഖ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അതിശക്തമായി കേരളത്തിന്റെ തെരുവുകളിൽ മുസ്ലിം യൂത്ത് ലീഗ് ഉണ്ടാകും. ഒരു സംശയം വേണ്ട. വർഷം 1.5 കഴിഞ്ഞോട്ടെ. 1.5 വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ 2 കാര്യം സംഭവിക്കാൻ പോകുന്നത്. ഒന്ന്, ഇടതുപക്ഷ ഗവൺമെന്റ് താഴെ ഇറങ്ങി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേറും. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രി പദമൊഴിഞ്ഞ ശ്രീ പിണറായി വിജയൻ നാഗ്പൂരിലെ RSSന്റെ കാര്യാലയത്തിൽ ശിഷ്ടകാലം ജീവിക്കും. ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ 2 കാഴ്ചകൾ കേരളം കാത്തിരുന്ന് കാണാൻ പോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള മണിക്കൂറുകൾ നമ്മൾ തെരുവിൽ തന്നെയാണ്. യൂത്ത് ലീഗ് എപ്പോ ആഹ്വാനം ചെയ്താലും നമ്മൾ നേരത്തെ ഒരു സമരവുമായി ഇവിടേക്ക് വന്നിട്ടുണ്ട്. വാളയാറിലെ 2 കുട്ടികൾ, ആ 2 കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയപ്പോ ഇതേ പോലീസ്, ഇതേ പിണറായി സർക്കാർ ആ പ്രതികളെ സഹായിക്കുന്ന നിലപാടുമായി മുന്നോട്ട് വന്നപ്പോ നമ്മൾ SP ഓഫീസിലേക്ക് മാർച്ചുമായി വന്നിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോ, ആ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ കണ്ണീരില്ലേ, ആത്തിക്ക ഉമ്മയുടെ കണ്ണീരില്ലേ, അസ്ലമിന്റെ ഉമ്മയുടെ കണ്ണീരില്ലേ, ഷുഹൈബിന്റെ ഉമ്മയുടെ കണ്ണീരില്ലേ, കൃപേഷിന്റെയും ശരത്ലാലിന്റെയും അമ്മമാരുടെ കണ്ണീരില്ലേ? ആ കണ്ണീരിനൊന്നും ദൈവം മറുപടി കൊടുക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നരകിച്ചിട്ടല്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ സ്ഥാനം വിട്ടൊടിയുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ടതില്ല. ആ കരച്ചിലിന്, ആ കണ്ണീരിനൊക്കെ ഉത്തരം കിട്ടും. നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ ദൈവവിശ്വാസികളാണ്. ആ തിക്ക ഉമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, കാബയുടെ കില്ല പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചത്, എന്റെ മോനെ കൊന്നവരെ നിയമത്തിന്റെ കുരുക്കിൽ നിന്ന് ഒഴിവാക്കാതെ അവർക്ക് പരമാവധി ശിക്ഷ കിട്ടണം എന്നതാണ് എന്റെ പ്രാർത്ഥന. ഈ തെമ്മാടി കൂട്ടങ്ങൾ, ഈ കൊലയാളി സംഘങ്ങൾ, ഈ ക്രിമിനൽ സംഘങ്ങൾ മറുപടി പറയാതെ, അവരെ കൊണ്ട് മറുപടി പറയിപ്പിക്കാതെ ഈ നാട് മുന്നോട്ട് പോകില്ല എന്ന് പ്രിയപ്പെട്ടവരെ സാക്ഷി നിർത്തി നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് വരാനിരിക്കുന്ന നാളുകളിൽ സമരസജ്ജരാവുക എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു.